രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്നവർക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഭീഷണി. ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട വനിതാ നേതാവിന് എതിരെയാണ് കടുത്ത വിമർശനം ഉയരുന്നത്. സ്നേഹ ഹരിപ്പാട് വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശത്തിനെതിരെയാണ് രാഹുൽ അനുകൂലികളുടെ വിമർശനം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. സ്നേഹ കണ്ടല്ല, ഇന്നലെ വോയിസ് ഇട്ടത് ഇന്ന് വാർത്ത വന്നതാണ്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കൂടുതലായിട്ട് യൂത്ത് കോൺഗ്രസിൽ തന്നെ ഒരു വനിത ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതേപോലെ വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പൊ ഒന്നും പറയാനില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെങ്കിൽ അത് തെളിയിക്കണമെന്നും നിയമപരമായി മുന്നോട്ട് പോകണമെന്നുമായിരുന്നു സ്നേഹ ഹരിപ്പാട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടത്. ആ ശബ്ദ സന്ദേശവും നമുക്കുണ്ട്. ചാനലുകളിലെല്ലാം ഇപ്പം രാഹുൽ മാങ്കൂട്ടമാണ് ഈ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വിഷയമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. ഒരു പെണ്ണുപിടിയനായ ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ല എന്നത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിയമപരമായിട്ട് പോകണം. അതുകൊണ്ട് ഈ ഒരു വിഷയമായിട്ട് അടിയന്തരമായിട്ട് ഗ്രൂപ്പിൽ ചർച്ചയുണ്ടാവണം. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടണം. ആളുടെ പേരിൽ നിരന്തരമായി ആരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളെങ്കിലും വിശ്വസിക്കും. ആർ ശ്രീജിത്ത് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ നടപടിയല്ലാതെ നേതൃത്വത്തിന് മുന്നിൽ മറ്റ് പോംവഴികളില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇനി രാഹുലിന് തുടരാൻ കഴിയില്ല എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ടല്ലോ. ഇതിനു മുൻപും പല പരാതികൾ ഉയർന്നു വന്നിട്ടും കൂടുതൽ പദവികൾ നൽകി രാഹുലിനെ പോലെ ഒരു യുവ നേതാവിനെ കോൺഗ്രസിന്റെ നേതൃത്വം സംരക്ഷിക്കുകയായിരുന്നു എന്നാണ് പുതുമുഖ നടിയായ റിനി ആൻ ജോർജ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞപ്പോൾ വിശദീകരിച്ച ഒരു കാര്യം. അതിൽ കുറ്റാരോപിതരായി നിൽക്കുന്നത് ഈ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമല്ല. ഇപ്പോൾ VD സതീശനുമൊക്കെ വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത് നേതൃത്വത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കുമോ ശ്രീജിത്ത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ തന്നെ ഇത്തരം ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. അത്തരം ചില പരാതി സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ഒരു കൃത്യമായ പരാതിയോ അല്ലെങ്കിൽ പരാതിക്കാരായ ആരെങ്കിലും പാർട്ടി നേതൃത്വത്തെ മുന്നിൽ മുന്നോട്ട് വരികയോ ചെയ്തിരുന്നില്ല. ചില ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനുള്ള ഇടപെടലായി മാത്രമാണ് ആ ഘട്ടത്തിൽ നേതൃത്വം കണ്ടത്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായും ചർച്ചകൾ പങ്കെടുക്കുന്ന പ്രതിനിധി വക്താവായും ഒക്കെ നല്ല നിലയിൽ തിളങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയിൽ നിന്ന് അക്കാലത്ത് വലിയ പ്രോത്സാഹനം ലഭിച്ചു. അത്തരം പ്രോത്സാഹനം നൽകിയതിൽ ഒരാൾ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഷാഫി പറമ്പിലിന്റെ കൂടി താല്പര്യം പരിഗണിച്ചാണ് സതീശന്റെ പിന്തുണയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനവും എടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.